Hello, good evening, Magle. Welcome to 90 Plus India's first animated live tuition. Hello, good evening. എന്താണ് അനസ് ശ്രീഹരി ഒന്ന് ഇന്നലെ ഹാൻഡ് റൈസ് ചെയ്ത് അവിടെ നിന്നിട്ട് പോയില്ലേ? ഇപ്പോഴും ഹാൻഡ് റൈസ് ചെയ്തിരിക്കുകയാണല്ലോ. ആണോ? ഇന്നലെ ഹാൻഡ് റൈസ് ചെയ്ത് നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഇതുവരെ ഹാൻഡ് ഔട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അത് കുറെ ഉണ്ടല്ലോ. ഇന്നും സാറാണോ എന്ന് ചോദിക്കാനാണോ? തൽക്കാലത്തേക്ക് ഇന്നും സാറ് തന്നെയാണ് കേട്ടോ. ഇന്നും സാറാണെന്നുള്ള സംശയം ചോദിക്കാനുള്ളവരൊക്കെ ഹാൻഡ് ഔട്ട് ചെയ്തോളൂ. ഇന്നും തൽക്കാലം സാറ് തന്നെയാണ് കേട്ടോ. കേട്ടോ, അപ്പൊ എത്ര ഹാൻഡ് ഡൗൺ ചെയ്തു നോക്കിക്ക്. ഓക്കെ, അപ്പൊ മക്കളെ എന്താ ഇന്നും നമ്മൾ സോഷ്യൽ സയൻസ് തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. ഇന്നലെ പഠിച്ചതിന്റെ ബാക്കി കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? ഇന്നലെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പഠിച്ചു എല്ലാവരും? കുറെ പേരോടൊക്കെ ഞാൻ വിളിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് ആൻസേഴ്സ് ഒക്കെ പറഞ്ഞു, നല്ല അടിപൊളിയായിട്ട് നോട്ടൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ? എല്ലാവരുടെയും നോട്ടൊക്കെ കംപ്ലീറ്റ് ആണല്ലോ അല്ലേ? ആണോ? യെസ്, കുറെ പേരുടെയൊക്കെ കംപ്ലീറ്റ് ആണ്. ഇനി കംപ്ലീറ്റ് ആക്കാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ എല്ലാവരും നോട്ട്സും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഏതൊക്കെ നോട്ടാണ്, ഏതൊക്കെ പോർഷൻ ആണ് നോട്ട് എഴുതേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻ ആണ് നിങ്ങൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് സാറ് കറക്റ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്തു തരും. അത് മാത്രം നിങ്ങൾ നോട്ടിൽ എഴുതിയാൽ മതി കേട്ടോ. ഒരു സ്ലൈഡില് എന്താ നിങ്ങൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതുന്നത് എന്നുള്ളത് സാർ അടിവരെ ഇട്ട് തരും. അത് കറക്റ്റ് ആയിട്ട് അത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഇപ്പൊ എഴുതാൻ സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? എഴുതാൻ സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ആ സ്ക്രീൻഷോട്ട് നോക്കിയിട്ട് നാളത്തേക്ക് നോട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, യെസ്, ഓക്കെ ആണോ മക്കളെ? മൈ യൂണിറ്റ് ടെസ്റ്റ് ഈസ് മൺഡേ. യൂണിറ്റ് ടെസ്റ്റ് മൺഡേ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പഠിപ്പിച്ചു തീർക്കാനുള്ള സാവകാശം നിങ്ങൾ എനിക്ക് തരണമല്ലോ. യെസ്, ഓക്കെ. ഇന്ന് മാത്സ് അല്ല, തൽക്കാലം മാത്സ് അല്ല. ഇന്ന് തൽക്കാലം സോഷ്യൽ പഠിക്കുന്നതുകൊണ്ട് ആർക്കും വലിയ വിരോധമൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? ആർക്കെങ്കിലും വിരോധം ഉണ്ടോ? എന്തെന്ന്? ഓക്കെ, എടുത്തു വെച്ചോ ആമില, ക്യാപ്സ്യൂളിന്റെ പ്രിന്റ് എടുത്തു വെച്ചോ. ക്യാപ്സ്യൂൾ ഞാൻ സെൻഡ് ഇതുവരെ അയച്ചിട്ടില്ല, അയക്കും. അപ്പൊ എന്താ അത് അയക്കുമ്പോഴത്തേനും നിങ്ങൾ എന്ത് ചെയ്യാം, പ്രിന്റ് എടുത്ത് വെക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ. പ്രിന്റ് എടുത്ത് വെക്കുവാണെന്നുണ്ടെങ്കിൽ വായിക്കാനും പഠിക്കാനും ഒക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ മക്കളെ നമുക്ക് പതുക്കെ നമ്മുടെ എന്താ പഠിത്തത്തിലേക്ക് കടക്കാൻ. നമ്മള് കഴിഞ്ഞ ദിവസം എന്താ കുറച്ച് ട്രാവലേഴ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണല്ലേ നിർത്തിയത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു നിർത്തിയത്? ഇവിടെയുള്ള ഓരോ ആളുകളുടെ കാര്യങ്ങൾ, ചെറിയ ചെറിയ ആളുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നിർത്തിയത്. ഇവിടെയുള്ള ആൾക്കാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണല്ലേ നമ്മൾ നിർത്തിയത്. യെസ്, അപ്പൊ നമ്മൾ ലാസ്റ്റ് എന്താ പറഞ്ഞത്? ഓരോ എന്താ സാധാരണ ആൾക്കാരുടെ കാര്യങ്ങൾ പറഞ്ഞല്ലേ. അപ്പൊ അവിടെ ഓരോ വ്യക്തികളും എങ്ങനെയായിരുന്നു, അവർക്ക് കുറ്റങ്ങളും ശിക്ഷകളും എല്ലാം വിധിച്ചുകൊണ്ടിരുന്ന ആരാ? സാധാരണ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ശിക്ഷകളെല്ലാം വിധിച്ചുകൊണ്ടിരുന്നത് ഓരോ റിലീജിയസ് പരമായിട്ടുള്ള ആളുകളായിരുന്നു. അവിടെ അവർക്ക് എന്തെങ്കിലും അതിനകത്ത് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നേരെ പോയിട്ട് കിങ്ങിന്റെ അടുത്ത് പറയാനുള്ള അവകാശമൊക്കെ ഉണ്ട് അല്ലെ? അതൊക്കെ ഓർക്കുന്നുണ്ട്? അതൊക്കെ വായിച്ചോ എല്ലാരും? വായിച്ചവരൊക്കെ ഒന്ന് തലയാട്ടിക്കൊന്ന് കാണട്ടെ. വിറക്കുന്നുണ്ടിരുന്നു അവിടെ. ദൈവമേ, ആർദ്ര കുലുങ്ങി ആ തലയിലുള്ള ഹെഡ്സെറ്റ് പോരുത് കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ അവിടെയുള്ള ആളുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിർത്തി അല്ലെ. ഇപ്പോ എന്താ നമ്മൾ ഓരോ തട്ടുകളും പറഞ്ഞു. ഏറ്റവും കോമൺ മാൻ ആണെന്ത്, ഏറ്റവും താഴേക്കിടയിലുള്ളത്. അതുപോലെ തന്നെ രാജാവാണെന്ത്, ഏറ്റവും ടോപ്പിലും ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ എന്താ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാം? അവരുടെ എന്തൊക്കെ വെച്ചിട്ടാ? വേജസും ഇൻകവും വെച്ചിട്ടാണ് നമ്മൾ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ അതിൽ എല്ലാവരും എങ്ങനത്തെയുള്ള ആൾക്കാരായിരുന്നു? അവര് ഫാർമേഴ്സ് ആയിട്ടുള്ള ആളുകളായിരുന്നു, കൃഷിക്കാരായിരുന്നു അല്ലെ. ആൻഡ് അതുപോലെ തന്നെ എന്താ പണ്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു? കാസ്റ്റ് സിസ്റ്റം നിലവിലുണ്ടായിരുന്നു. ഓരോ ജാതിയുടെ അടിസ്ഥാനത്തിലും മതത്തിന്റെ അടിസ്ഥാനത്തിലും ഒക്കെ ആളുകളെ തരംതിരിക്കുന്ന ഒരു സിസ്റ്റം കൂടി പണ്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്നലെ ക്ലാസ്സിൽ കയറാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആ ലിങ്ക് ഒന്ന് മേടിക്കുക, ക്ലാസ് കാണുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക, നോട്ട് കൃത്യമായിട്ട് എഴുതുക കേട്ടോ. ഇന്നലെ ക്ലാസ് കയറാത്തവരെ ശ്രദ്ധിക്കുകയാണ്. ഇന്നലെ ആരെങ്കിലും ആബ്സെന്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ലാസിന്റെ ലിങ്ക് മേടിക്കുക, കാണുക, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കിയിട്ട് പോവുക. അടുത്ത ഇതുകൂടെ കണ്ടു പഠിക്കുക കേട്ടോ. യെസ്, ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോവാം.
ഇപ്പൊ നമ്മള് എന്താ ഇനി കുറച്ചധികം കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ട് പോയ ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാമിന് വരുന്നുള്ള. അപ്പൊ അതെല്ലാം നമുക്ക് എന്താ നമുക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാം. എന്താണ് ഇപ്പോഴാണ് കയറുന്നേ പ്രസ്ക? ഇന്ന് മാത്സ് അല്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് ക്ലാസ് തുടങ്ങി 5 മിനിറ്റ് കഴിഞ്ഞപ്പോ വന്നിട്ടുണ്ടല്ലോ. ഇന്ന് മാത്സ് അല്ല, തൽക്കാലം ഞാനാണ് എടുക്കുന്നത്. ഞാനൊരു 3-4 തവണ ഞാൻ പറഞ്ഞു. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, ഇപ്പോ നമ്മുടെ എന്താ ഇന്ത്യയിലോട്ട് കുറെ ട്രാവലേഴ്സ് വന്നു നമ്മൾ പറഞ്ഞില്ലേ, കുറെ യൂറോപ്യൻ ട്രാവലേഴ്സ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തുടക്കത്തിൽ പഠിച്ചിട്ടില്ലായിരുന്നില്ലേ? അതുപോലെ ഒരു ഫ്രഞ്ച് ട്രാവലർ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്നാ? ടാർനിയർ എന്നാണ്. ടാവ് നമ്മൾ എന്താ ഇപ്പൊ നമ്മുടെ പ്രൊനൗൺസിയേഷൻ അനുസരിച്ച് നമുക്ക് ടാവർ നിയർ എന്ന് പറയാം കേട്ടോ. നമ്മൾ നോർമലി പറയുന്ന പോലെ ടാവർ നിയർ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ടാർ നിയർ എന്ന് നമുക്ക് പറയാം കേട്ടോ. അയാളുടെ പേര് നമുക്ക് 2 രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാം. അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്ന രീതികളുമുണ്ട്. അതുപോലെ നമ്മൾ എന്താ ടാവർ നിയർ എന്നും കൂടെ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. 2 രീതിയിൽ നമുക്ക് പ്രൊനൗൺസിയേഷൻ ചെയ്യാം കേട്ടോ. അപ്പൊ അദ്ദേഹം ഒരു ഫ്രഞ്ച് ട്രാവലർ ആണ് കേട്ടോ. ഫ്രാൻസിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്താ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുഗൾ പീരീഡില് ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം അദ്ദേഹം ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആരാ? ടാവർനിയർ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടത്, നമ്മുടെ മുഗൾ പീരീഡിൽ ഇവിടെ വന്നപ്പോൾ ഇന്ത്യയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടതെന്നാണ്. ആൻഡ് നോക്കിക്കേ, റെക്കോർഡഡ് ദ സോഷ്യൽ കണ്ടീഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഓഫ് ദ പീപ്പിൾ അറ്റ് ദാറ്റ് ടൈം. അന്നേരം മുഗൾ പീരീഡിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു എന്തൊക്കെയായിരുന്നു അവരുടെ അവസ്ഥ, അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവരുടെ ലൈഫ് സ്റ്റൈൽ ഒക്കെ എങ്ങനെയായിരുന്നു. നമ്മളിപ്പോ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് നല്ല ചെത്തായിട്ടല്ലേ നടക്കണം, നല്ല ഷൂ ഒക്കെ ഇട്ട്. അവരുടെ എന്താ ഡ്രസ്സിങ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും? കുറെ വ്യത്യാസങ്ങളില്ലേ? വലിയ രാജാവിന്റെ ഒക്കെ ഡ്രസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിടാൻ പറ്റുന്ന സൈസ് സാധനങ്ങളാണോ? അല്ല, ഭയങ്കര ആർഭാടായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ അവിടുത്തെ അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവരെ എന്തൊക്കെ കാര്യങ്ങളാണ് കഴിച്ചിരുന്നത്, എന്തൊക്കെ ഡ്രസ്സുകളാണ് ഇട്ടിരുന്നത്, അവരുടെ ഓരോരോ വീടുകൾ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഫുഡ് എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആര് നോട്ട് ചെയ്തു? ടാവർനിയർ നോട്ട് ചെയ്തു എന്നാണ് പറയാം. ഇന്ന കാര്യങ്ങളാണ് അവിടെ നടന്നതെന്ന് പറഞ്ഞ അദ്ദേഹം നോട്ട് ചെയ്തു. എയിലിനെ ഏതൊക്കെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ ക്ലാസിന്റെ തുടക്കത്തിലേ ഒന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് കേട്ടിരിക്കും മക്കളെ, എല്ലാ ദിവസവും സെയിം ഡൗട്ട് റിപ്പീറ്റ് ചെയ്യാതെ കേട്ടോ. സാറ് അണ്ടർലൈൻ ചെയ്തു തരും. അതായിരിക്കും നിങ്ങളുടെ ഏറ്റവും മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. അതായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതേണ്ടത് കേട്ടോ. സാറ് പറയുന്ന കാര്യങ്ങൾ, ഈ അണ്ടർലൈൻ ചെയ്തിട്ടേക്കുന്ന കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഇനി എഴുതാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്യുക. സാർ ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും, ആ പോയിന്റുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ബാക്കി നോട്ടുകൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കറക്റ്റ് ആക്ടിവിറ്റി ബേസിൽ എന്താ നിങ്ങളുടെ ക്യാപ്സ്യൂൾ നോട്ടിൽ സാറ് തരും കേട്ടോ. കേട്ടോ, ഇനി ഡൗട്ട് ആർക്കും ഇല്ലല്ലോ നോട്ടിന്റെ കാര്യത്തില്? ഉണ്ടോ? ഇല്ല. ഓക്കെ, യെസ്. അപ്പൊ നോക്കിയേ, അപ്പൊ എന്താ അവര് നമ്മുടെ ടാവർനിയർ ഇന്ത്യയിൽ വന്ന ഒരു ഫ്രഞ്ച് ട്രാവലർ ആണ്. അദ്ദേഹം ഫ്രഞ്ച് യാത്രികനാണ് കേട്ടോ. ട്രാവലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രികൻ. അദ്ദേഹം മുഗൾ പീരീഡിൽ, മുഗൾ രാജാക്കന്മാര് ഭരിച്ചിരുന്ന ആ കാലഘട്ടത്തില് ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞപ്പോ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടു? ഇവിടുത്തെ സാമൂഹികപരമായിട്ടുള്ള കണ്ടീഷൻ, എന്താ അവസ്ഥകളൊക്കെ എങ്ങനെയായിരുന്നു? കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസ്ഥ. ഇവിടുത്തെ അവസ്ഥകൾ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, എന്തൊക്കെ ഫുഡാണ് കഴിച്ചിരുന്നത്, എന്തൊക്കെ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള ടോട്ടൽ കാര്യങ്ങൾ ആര് രേഖപ്പെടുത്തി? ടാവർനിയർ അദ്ദേഹത്തെ കണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്തു എന്നാണ് ആദ്യത്തെ പോയിന്റ് പറയാ കേട്ടോ. ഓക്കെ, ആദ്യത്തെ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയ എല്ലാരും, പെട്ടെന്ന് ആയിക്കോട്ടെ. നോട്ട് ചെയ്യേണ്ട കാര്യം സാറ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അത് മാത്രം എഴുതിയാൽ മതി. ഇഷാനി റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. സ്റ്റക്ക് ഒന്നും അല്ല, ഞാനിങ്ങനെ അനങ്ങാണ്ട് നിൽക്കുന്ന, സ്റ്റക്ക് ആയിട്ടില്ല, പേടിക്കണ്ട. ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നവരൊന്ന് വിളിച്ചോളൂ. അപ്പൊ നിങ്ങൾ വേഗം വായിച്ചോളൂ. ഏഞ്ചൽ സജി ക്യാമറ ഓൺ ചെയ്യാൻ ഞാൻ വിളിക്കില്ല കേട്ടോ. ക്യാമറ ഓൺ ചെയ്തോളൂ. ക്യാമറ ഓൺ ചെയ്യാത്തവരെ ആരെയും ഞാൻ വിളിക്കുന്ന പരിപാടിയില്ല. ഓ അമില, കൺഗ്രാറ്റ്സ് പറയൂ. അപ്പോ ഒരു ബേബിയും കൂടെ വരുമല്ലോ. ഏഞ്ചലെ, ക്യാമറക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? അടുത്ത ആൾ വിളിച്ചോളൂ സാർ. ജോസഫിനോട്.
ജോസഫേ? എന്താ മക്കളെ? നേരത്തെ തുടങ്ങിയില്ല, ഇതാ ഇപ്പൊ തുടങ്ങിയത്. എടാ ക്ലാസ് ഞാൻ പഠിപ്പിക്കാൻ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. ആദ്യമേ പറഞ്ഞത് കഴിഞ്ഞ ദിവസത്തെ കാര്യ. അല്ലല്ല, കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത്. എന്റെ പൊന്നു മക്കളെ, അപ്പൊ നീ കഴിഞ്ഞ ക്ലാസ് പഠിപ്പിച്ച പോലും ഓർക്കണില്ലേ? അതായത് ഇന്നലെ ഞാൻ പഠിപ്പിച്ചത് അതുപോലെ നീ ഓർക്കണില്ലേ? നീ വായിച്ചു പഠിച്ചൊന്നുമില്ലേ? എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോ എന്തേ കഴിഞ്ഞ ദിവസത്തെ കാര്യം ഓർക്കാത്തെ? ആ ഹാൻഡ് ഡൗൺ ചെയ്ത് എന്നിട്ട് നന്നായിട്ട് ഇരുന്നിട്ട് കൊച്ചൊന്ന് വായിച്ച്. ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ജോസഫ് അവിടെ നിക്കണേ. യെസ് ഗംഗ പറ. എന്താ ഇത് ഹാൻഡ് റൈസുകളുടെ ബഹളമാണല്ലോ. എഴുതേണ്ട കാര്യം മാത്രം ഞാനിവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. യെസ് ഗംഗ പറയോ. ലാസ്റ്റത്തെ പോയിന്റ് എഴുതണ്ട, അത് ഞാൻ ഡിഫൈൻ ചെയ്തിട്ട് പോലും ഇല്ല. ആദ്യത്തെ പോയിന്റ് മാത്രമേ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് ഞാൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, യെസ് ഗംഗ പറ. അതായത് ടാവർനിയർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ട്രാവലർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഫ്രാൻസിൽ നിന്നുള്ള ഒരു യാത്രികനാണ്. നമ്മൾ ടൂറൊക്കെ പോകാറില്ലേ, അതുപോലെ ടൂറൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ്, ട്രാവലർ ആണ് കേട്ടോ. അപ്പൊ അദ്ദേഹം ഓരോ രാജ്യത്തൂടെ ഒക്കെ പോകുന്നതിന്റെ ഫലമായിരുന്നു എന്താ, നമ്മുടെ ഇന്ത്യയിലും വന്നു. ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ മുഗൾ രാജാക്കന്മാരുടെ ഭരണകാലമായിരുന്നു. ഇന്ത്യയിൽ വന്നപ്പോ മുഗൾ രാജാക്കന്മാരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അന്നേരം അയാൾക്ക് എന്താ കുറെ കാര്യങ്ങൾ കാണാൻ പറ്റി. അത് ഇപ്പൊ എന്താ ഫ്രാൻസിലുള്ള ആൾക്കാരെ പോലെ അല്ലല്ലോ ഇവിടെയുള്ള ആൾക്കാരുടെ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ. ഇപ്പൊ ഡ്രസ്സിംഗ് സ്റ്റൈല് മാറി, അതുപോലെ എന്താ ഫുഡിന്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടായി. അവര് ഓരോ ആചാരങ്ങള് അനുഷ്ഠാനങ്ങൾ എല്ലാത്തിനും വ്യത്യാസം വന്നു അല്ലെ. അപ്പൊ ഈ വ്യത്യാസങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ആർക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റി? ടാവർനിയറിനെ നോട്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റി എന്നാണ് പറയാം കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ, ജുവലേ പറഞ്ഞേ. ജുവലേ പറ. അത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതൊക്കെ വരുമ്പോ ഞാൻ കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് തരാം. ബാബറിലേക്കൊക്കെ ഒന്ന് എത്തട്ടെ. അക്ബറിന്റെ പീരീഡിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയുന്നേ ഉള്ളൂ. ബാബറിലേക്ക് എത്തട്ടെ, അന്നേരം എല്ലാം പറഞ്ഞു തരാം കേട്ടോ. അതെ, അല്ലേ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ചോദിക്കുന്നത്? അത് ഞാൻ ചോദിക്കട്ടെ, സാറിനെ ടെസ്റ്റ് ചെയ്യാനാണോ? അതായത് സാറ് പഠിപ്പിക്കാൻ യോഗ്യനാണോ എന്ന് അറിയാൻ വേണ്ടിട്ടാണോ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നത്? പോയി പോട്ടെ, അടുത്ത ആളെ വിളിച്ചോളൂ സാർ. കെയ്നെ എന്താ മക്കളെ? ടാവർനിയർ എന്ന് പറയടാ. ടാവർനിയർ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവൂടാ. ടാവർനിയർ നീ അങ്ങനെ പറഞ്ഞു നോക്കിയേ. അത്രേ ഉള്ളൂ. പഠിച്ചില്ലേ? ആണോ? ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യടാ. ഇപ്പൊ കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. സാർ ഒരു ലോഡുണ്ട് സാർ, നമുക്ക് ഇനി ഞാൻ ഈ പോയിന്റുകളെല്ലാം പറഞ്ഞിട്ട് വിളിച്ചോളാം. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ മക്കളെ. There existed wide differences in the way of life. നമ്മള് ഇപ്പൊ എന്താ ഫ്രാൻസിലെ ജീവിതം വെച്ചിട്ട് അയാൾ ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞപ്പോ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഒരുപാട് വ്യത്യാസങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറ്റിയെന്നാണ് പറയാം കേട്ടോ. ഓക്കെ. മുന്നിൽ പോകാനായിട്ട് ഒന്ന് സമ്മതിക്കണ്ടേ എന്റെ പൊന്നാമില? ഓക്കെ, യെസ്. അപ്പൊ എന്താണ് ടാവർനിയർ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞപ്പോ ഇവിടെ ഒരുപാട് വ്യത്യാസം അദ്ദേഹത്തിന് കാണാൻ പറ്റിയെന്നാന്ന് പറയാം. എന്തിലൊക്കെ കാണാൻ പറ്റി? വേ ഓഫ് ലൈഫ്. ആളുകള് എങ്ങനെയാണ് ജീവിക്കുന്നത്, ആ ജീവിക്കുന്നത് എന്താ നമ്മുടെ ജീവിതം പോലെയാണോ ഫ്രാൻസിലുള്ള ആൾക്കാർ ജീവിക്കുന്നത്? അവർ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് അവരുടെ ജീവിതം എല്ലാം പോകുന്നത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ അയാൾ ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞപ്പോ ഇന്ത്യയിലെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റാ. ഡിഫറൻസസ് ഇൻ ദ വേ ഓഫ് ലൈഫ്, എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളതിന്റെ വ്യത്യാസമുണ്ട്. അതുപോലെ എന്താ ഫുഡ് ഹാബിറ്റ്സ്. ഫ്രാൻസിലുള്ള ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്ന പണ്ടൊക്കെ അവർ എന്തൊക്കെ ബർഗറോ സാൻഡ്വിച്ചോ അങ്ങനെയുള്ള എന്തൊക്കെ നൂഡിൽസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നമ്മളതൊക്കെ ഇപ്പൊ ഈ ഇടയ്ക്കാണ് കഴിക്കാൻ തുടങ്ങിയത്. പണ്ടതൊന്നും ഇല്ലായിരുന്നു.
കേട്ടോ. അപ്പൊ അയാൾ വന്ന് നോക്കിയപ്പോ എന്താ ഇവിടെ കഞ്ഞിയും പയറ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇന്ത്യൻ ഡിഷസ് സാധനങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ വന്ന് നോക്കിയപ്പോ എന്താ ഫുഡിലും ഡിഫറൻസാ. ഫ്രാൻസിലുള്ള ഫുഡും കാര്യങ്ങളൊന്നും അല്ല ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ എന്താ ക്ലോത്തിങ് ഓഫ് പീപ്പിൾ ഫ്രം പ്ലേസ് ടു പ്ലേസ്. അതായത് നമ്മുടെ ഇന്ത്യയില് ഓരോ സ്റ്റേറ്റ്സിലും ആൾക്കാർ ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് വ്യത്യാസമില്ലേ മക്കളെ? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? ഓരോ സ്റ്റേറ്റ് ഇപ്പം കേരളത്തിൽ ഷർട്ടും മുണ്ടും ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലുമ്പോ എന്താ സിക്കില് പഞ്ചാബിലൊക്കെ ചിലപ്പോൾ സിക്കാര് തലമുണ്ടൊക്കെ കെട്ടി അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലെ ഫോട്ടോസ് ഒക്കെ വെച്ച് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? അതുപോലെ ഓരോ സ്റ്റേറ്റിൽ നമുക്ക് ചെല്ലുമ്പോഴും ഓരോ സ്റ്റേറ്റ്സിലെ ആളുകളുടെ വസ്ത്രത്തിന് എന്തുണ്ടാവും? വ്യത്യാസങ്ങൾ ഉണ്ടാവും. ക്ലോത്തിങ് ഓഫ് പീപ്പിൾ ഫ്രം പ്ലേസ് ടു പ്ലേസ്. ആ പ്ലേസ് ഓരോ പ്ലേസിൽ നിന്ന് അടുത്ത പ്ലേസിലോട്ട് ചെല്ലും. ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് ഇപ്പൊ എന്താ 10-27 സ്റ്റേറ്റ് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റേറ്റിൽ ചെന്നാലും എന്താ ഓരോ സ്റ്റേറ്റിലെ ആളുകളുടെ വസ്ത്രധാരണത്തിന് വളരെ വളരെ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, യെസ്, അതാണ് എന്റെ പൊന്നിശാനി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൈൻ വരച്ചത് മാത്രം എഴുതിയാൽ മതി, ലൈൻ വരച്ചത് മാത്രം എഴുതിയാൽ മതി, ലൈൻ വരച്ചത് മാത്രം എഴുതിയാൽ മതി. ഇനി ആരും കേൾക്കാനില്ലല്ലോ? എല്ലാരും കേട്ടില്ല? എല്ലാരും ചെവിയിലോട്ട് അത് എഴുതിയില്ലേ? സാറ് അണ്ടർലൈൻ ചെയ്തിട്ടത് മാത്രം എഴുതിയാൽ മതി. ഇതാ തലയിൽ ഫീഡ് ചെയ്തിടൂ. ഇനി ആ ഡൗട്ട് അണ്ടർലൈൻ ചെയ്ത് എഴുതിയാൽ മതി എന്നുള്ള ഡൗട്ട് ഉള്ളവരൊക്കെ ഹാൻഡ് ഡൗൺ ചെയ്ത്. എന്താ ഇത്? പെരുന്നാളിന് ട്യൂബ് ലൈറ്റ് ഇട്ടതുപോലെ അവിടെ ഇവിടെ ഫുള്ള് ബൾബ്, ഫുള്ള് ഹാൻഡ് റൈസ് ആണല്ലോ. എന്ത് പറ്റി? എന്താണ് നന്ദഗോപൻ? പറയൂ. നന്ദഗോപൻ എന്ന് വിളിക്കും. അവൻ എന്തോ കാര്യമായിട്ടുള്ള സംശയമുണ്ട്. കാര്യമായിട്ടുള്ള സംശയം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ കണ്ട വഴി ഓടിക്കുക. പറയൂ. സംശയമല്ല, ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു സോഷ്യൽ സയൻസിന്റെ ഒരു ടെസ്റ്റ് ഫുൾ ഉണ്ട്. നിങ്ങളുടെ ക്ലാസ്സിനാണ് ബെസ്റ്റ് ക്ലാസ് അവാർഡ് കിട്ടി. ഓഹോ, നല്ല പിള്ളേരൊക്കെ ഉള്ളത് അങ്ങനെയാ. ഒന്ന് ചെയ്യാനാ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കേ, ഇനി ആരെങ്കിലും ഉള്ള ആൾക്കാരും കൂടെ വിളിച്ചോളൂ സാർ. ആരാധ്യ. എന്താ അത്? ബൾബ് മാത്രം എനിക്ക് കാണുന്നുള്ളൂ, ആ തല കാണുന്നില്ലല്ലോ. പറയൂ. ഏത് ക്വസ്റ്റ്യൻ? മൻസബ്ദാരിയുടെ ക്വസ്റ്റ്യൻ ഒക്കെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചതാ. കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഇന്നലെ പോലും അല്ല, അതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചതാ. മക്കളെ അതൊന്ന് ലിങ്ക് മേടിച്ചിട്ട് കാണട്ടാ നീ, എന്നിട്ട് അതിനകത്ത് എടുത്തോ കേട്ടോ. എയ്ലിൻ, ഞാൻ ഇതിന് ഡിഫൈൻ ചെയ്യുന്നില്ല എന്റെ പൊന്നു മക്കളെ. ഞാൻ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ അണ്ടർലൈൻ ചെയ്തിട്ടേക്കുന്നത് കേട്ടോ. എന്താണ് വൈക? ഇതിന് മുന്നത്തെ സ്ലൈഡ് ഇന്നലെ പഠിപ്പിച്ചാണ് മക്കളെ. അത് ഞാൻ ജസ്റ്റ് ഡിഫൈൻ ചെയ്തു മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കുറെ സ്ലൈഡുകൾ ഉണ്ടടാ. ഇന്നലെ കുറെ സ്ലൈഡുകൾ പഠിപ്പിച്ചിട്ടുണ്ടായി. അപ്പൊ നീ ആ ക്ലാസ്, അതാ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇന്നലെ ക്ലാസ്സിൽ കയറാത്തവരുണ്ടെങ്കിൽ ആ ലിങ്ക് മേടിച്ച് ആ ക്ലാസ് ഒന്ന് കാണാൻ. നിങ്ങൾക്ക് അങ്ങോട്ട് പറയുന്നൊന്നും ആർക്കും കേൾക്കുന്നില്ലേ മക്കളെ? ഞാൻ ഇവിടെ നിന്ന് പറയുന്നൊന്നും ആരും കേൾക്കുന്നില്ലേ? കേട്ടോ വൈക? ക്ലാസ്സിന്റെ ലിങ്ക് ടീച്ചറിനോട് മേടിക്കുക, ക്ലാസ് കാണുക, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, സാർ അത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. കേട്ടോ? യെസ്. ഇനി വിളിക്കാം സാർ, ബാക്കി കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, അപ്പൊ ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ മക്കളെ. മൂന്നാമത്തെ പോയിന്റ് നിങ്ങൾ എഴുതണ്ട, ജസ്റ്റ് മനസ്സിലാക്കി ഇരുന്നാൽ മാത്രം മതി കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് എഴുതണ്ട, ഞാൻ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത് മാത്രം എഴുതിയാൽ മതി. ഇനി ഞാൻ പ്രത്യേകിച്ച് റിപ്പീറ്റ് ചെയ്യില്ല കേട്ടോ. ഞാൻ അടയാളപ്പെടുത്തിയിടും, അത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് പോയാൽ മതി കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് നോക്കിക്കേ. ബാബർ ഇൻ ഹിസ് മെമ്മോസ് റെക്കോർഡഡ് ദ ലേബർ സിസ്റ്റം ആൻഡ് കാസ്റ്റ് സിസ്റ്റം പ്രിവലന്റ് ഇൻ ദ ഇന്ത്യ ഡ്യൂറിംഗ് ദോസ് ഡേയ്സ്. അതായത് മെമ്മോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഓർമ്മക്കുറിപ്പുകൾ എന്നാണ് പറയാം കേട്ടോ. മെമ്മോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മക്കുറിപ്പുകൾ എന്നാണ്. അതൊന്ന് ഈ മെമ്മോസിന്റെ മീനിങ് അതിന്റെ അവിടെ അടയാളപ്പെടുത്തി ഇട്ടോളൂ. ടെക്സ്റ്റില് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അതിന്റെ മുകളിൽ എഴുതി വെച്ചോളൂ. ഓർമ്മക്കുറിപ്പുകൾ എന്നാണ്. മെമ്മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മക്കുറിപ്പുകൾ എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ.
അപ്പൊ ബാബർ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു? റെക്കോർഡ് ദ ലേബർ സിസ്റ്റം, ഇവിടുത്തെ ആളുകളുടെ ജോലി സംവിധാനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ലേബർ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ ജോലി വ്യവസ്ഥകളും അത് എങ്ങനെയാണ് ആളുകൾ ജോലി ചെയ്തിരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം എവിടെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? അദ്ദേഹത്തിന്റെ ഓർമ്മ പുസ്തകത്തില് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് കാസ്റ്റ് സിസ്റ്റം, അതായത് ഇവിടുത്തെ ജാതി വ്യവസ്ഥകളൊക്കെ എങ്ങനെയായിരുന്നു, ജാതി വ്യവസ്ഥകളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതാണെന്ത് അദ്ദേഹത്തിന്റെ മെമ്മോസിൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മക്കുറിപ്പുകളിൽ കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയാം കേട്ടോ. അപ്പോ ബാബർ ഇൻ ഹിസ് മെമ്മോസ് റെക്കോർഡഡ് ദ ലേബർ സിസ്റ്റം ആൻഡ് കാസ്റ്റ് സിസ്റ്റം പ്രിവലന്റ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദോസ് ഡേയ്സ്. അപ്പൊ അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു നമ്മുടെ കാസ്റ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ആളുകളുടെ ജോലി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഉള്ള കാര്യങ്ങളൊക്കെയാണ് ബാബർ അദ്ദേഹത്തിന്റെ ഓർമ്മ പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്നത് കേട്ടോ. അപ്പൊ മെമ്മോസിന്റെ അർത്ഥം ഓർമ്മക്കുറിപ്പുകൾ എന്നാണ്. അറിയാത്തവര് ബുക്കിലോ അതുപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ആ വേർഡ് ഉണ്ടെങ്കിൽ ആ വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഓർമ്മക്കുറിപ്പുകൾ എഴുതി വെച്ചോളൂ കേട്ടോ. എന്റെ കയ്യിൽ നോട്ടില്ല, ഞാനിപ്പോൾ എന്റെ വീട്ടിലല്ല, അതുകൊണ്ട് വീട്ടിലെത്തിയിട്ട് നോട്ട് അയച്ചു തരാം. ഓക്കെ, ഒരു പ്രശ്നമില്ല. യെസ്, അപ്പൊ 3 പോയിന്റ് നോക്കിക്കേ. മൂന്ന് പോയിന്റ് ഒന്ന് വായിച്ചെല്ലാരും വേഗം. യെസ്, അപ്പൊ ആദ്യത്തെ പോയിന്റ് പറയുന്നത് എന്താ? ടാവർനിയർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ട്രാവലർ നമ്മുടെ ഇന്ത്യ മുഗൾ പീരീഡിൽ വിസിറ്റ് ചെയ്യുകയുണ്ടായി. അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലെ പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ, ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ ഫുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, അവരുടെ ക്ലോത്തിങ്സ് ഒക്കെ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആര് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ ടാവർനിയർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാബർ അദ്ദേഹത്തിന്റെ ഓർമ്മ പുസ്തകത്തില് എന്തൊക്കെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇവിടുത്തെ ലേബർ സിസ്റ്റം ആളുകളൊക്കെ എങ്ങനെയാണ് കൃത്യമായിട്ട് ജോലി ചെയ്തിരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ബാബർ അദ്ദേഹത്തിന്റെ ഓർമ്മ പുസ്തകത്തില് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയാം കേട്ടോ. അപ്പൊ എല്ലാരും ഒന്ന് വായിച്ചേ, പെട്ടെന്ന് ഒരു തവണ വായിച്ചേ. നോട്ട് ചെയ്യാത്തവര് ഒരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ, എന്നിട്ട് നോട്ട് എഴുതി എനിക്ക് അയച്ചു തരണം. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞാൽ ആ സ്ക്രീനിൽ ഒരു തംസ് അപ്പ് ഇട്ടേ. ഈ സ്റ്റക്ക് ആയതുകൊണ്ടാണ് എല്ലാരും ഹാൻഡ് റൈസ് നിൽക്കുന്നത്. അങ്ങനെയാണുള്ളവരൊന്ന് ഹാൻഡ് ഓൺ ചെയ്ത് വേഗം ആയിക്കോട്ടെ. അത് എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് കൊണ്ടായിരിക്കും. കുറെ പേര് 1-2 പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ അനിറ്റ 4 ക്ലാസ്സിലായില്ലേ അനിറ്റ മനോജിനെ ഞാൻ കാണുന്നു. അയാം അനിറ്റ മനോജ്, അയാം അനിറ്റ മനോജ്, എനിക്കറിയാമോ നീ അനിറ്റ മനോജ് ആടുന്നു. ഓക്കെ, യെസ്, വായിച്ചോ മക്കളെ. അപ്പൊ ഫസ്റ്റ് പോയിന്റില് നമ്മൾ പറഞ്ഞു ടാവർനിയർ എന്ന് പറയുന്ന ഫ്രഞ്ച് ട്രാവലിനെ അദ്ദേഹത്തിന്റെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നോട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു. അതുപോലെ തന്നെ ബാബർ അദ്ദേഹത്തിന്റെ മെമ്മോസിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും നമ്മൾ വായിച്ചു കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ ഓർമ്മയുണ്ടാവൂലോ. യെസ്, ഏതാടാ? യെസ്, അതായത് അന്നേരം നിലവിലുണ്ടായിരുന്ന അൻവിയ, അതായത് പ്രിവിലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റ് സിസ്റ്റം. ഇവിടെ ഉണ്ടായിരുന്ന കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന, പ്രിവിലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവില് ഉണ്ടായിരുന്ന കേട്ടോ. മൂന്നാമത്തെ എഴുതേണ്ട കാര്യങ്ങൾ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാകും എന്റെ മക്കളെ. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാ പറയുന്നത്? ഞാൻ ഇപ്പൊ തന്നെ ഒരു 10-30 തവണ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചെയ്താൽ മതി, അത് ചെയ്താൽ മതി എന്ന്. നിങ്ങൾ പറയുന്ന അങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് സാറിനെ ഒന്ന് കേൾക്കാനെങ്കിലും നിങ്ങൾ തയ്യാറാവാം, എന്നാലല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തതിലോട്ട് പോവാം. യെസ്, അപ്പോ എന്താണ് economic progress we had achieved during the Mughal rule? Agricultural achievements were the basis for the economic process. അതായത് മുഗൾ പീരീഡിൽ ഒരുപാട് എക്കണോമിക് പരമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക പരമായിട്ട് നമ്മുടെ രാജ്യം ഒരുപാട് വളർന്നിരുന്നു. അതായത് മുഗൾ രാജവംശം ഭരിച്ചുകൊണ്ടിരുന്നപ്പോ നല്ല രീതിയിൽ നമ്മുടെ രാജ്യം സാമ്പത്തികപരമായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണം
അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആണ് കേട്ടോ. അപ്പൊ ഈ രാജ്യം അത്രത്തോളം സാമ്പത്തികപരമായിട്ട് വളരാനുള്ള കാരണം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആണ്. ആ ഒരു സമയത്ത് ഏതൊക്കെ കൃഷികളാണ് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റിൽ പറയാം. നോക്കിയേ ഏതൊക്കെയാന്നുള്ളത്, എന്റെ ഒപ്പം വായിച്ചേ. റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, cotton, oil seeds were the major agricultural products of that time. അപ്പോ ആ സമയത്ത് കൃഷി ചെയ്തിരുന്ന ഏതൊക്കെയാ? റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ ആൻഡ് ഓയിൽ സീഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് പണ്ട് ആ ഒരു മുഗൾ പീരീഡില് കൃഷി ചെയ്തിരുന്ന കാര്യങ്ങൾ. ഓക്കെ, നെല്ലുണ്ടായിരുന്നു, ഗോതമ്പ് ഉണ്ടായിരുന്നു, ബാർലി ഉണ്ടായിരുന്നു, കരിമ്പ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കോട്ടൺ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഓയിൽ സീഡ്സുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആ സമയത്ത് മുഗൾ പീരീഡില് കൃഷി ചെയ്തിരുന്നത് കേട്ടോ. നിങ്ങളൊക്കെ കഴിച്ചിട്ട് ചോളം എന്നൊക്കെ പറയില്ലേ, അതിന്റെയൊക്കെ പൊടി അപ്പൊ നമ്മൾ കഴിച്ചിട്ടില്ലേ, ബാർലി പൊടി, മെയ്സ് പൊടി എന്നൊക്കെ പറയില്ലേ, അതൊക്കെയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ അവിടെ കൃഷി ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ അബുൾ ഫസൽ ഇൻ ഹിസ് ബുക്ക് ഐൻ ഐ അക്ബറി റെക്കോർഡഡ് ദാറ്റ് ഇന്ത്യൻസ് കൾട്ടിവേറ്റഡ് ഡിഫറെന്റ് വെറൈറ്റി ഓഫ് റൈസ്. അതായത് ആരാത്? അബുൾ ഫസൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ബുക്കില് ഐൻ ഐ അക്ബറി എന്ന് പറയുന്ന ആ ഒരു ബുക്കില് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻസ് റൈസിന്റെ, നെല്ലിന്റെ ഡിഫറെന്റ് വെറൈറ്റി കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാവോ ഏതെങ്കിലും ഡിഫറെന്റ് വെറൈറ്റീസ്? നെല്ലിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ് ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് കമന്റ് ചെയ്ത് അറിയാവുന്നുണ്ടെങ്കിൽ. നെല്ലിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ് കേട്ടിട്ടുള്ളവര് ഒന്ന് കമന്റ് ചെയ്യൂ. നെല്ലിന്റെ ഡിഫറെന്റ് വെറൈറ്റി വീറ്റോ? എന്റെ പൊന്നെ എയിലിനെ, വീറ്റ് എന്ന് പറഞ്ഞ ഗോതമ്പ്, ജയ റൈസ്. ഓക്കെ, പിന്നെ റൈസിന്റെ കമ്പനിയുടെ പേര് പറയരുത് കേട്ടോ. നെല്ലിന് ഓരോരോ കാറ്റഗറീസ് ഉണ്ട്. ഓക്കെ, യെസ്, ജസ്റ്റ് ഇഷാനി മക്കളെ, നീ നിന്റെ റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്യൂ, കുറെ നേരമായില്ലേ ഞാൻ പറയുന്നു. റോസ് റൈസോ? അതൊക്കെ റൈസിന്റെ കമ്പനിയാടാ. എടാ നെല്ലിന് ഓരോരോ ഇതുണ്ട്. ബീഫോ? അന്നപൂർണ, കുത്തരി, മക്കളെ അതൊക്കെ അരിയുടെ ഓരോ ഇതുങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെല്ലിന് അയ്യാറെട്ട്, ജയ, അങ്ങനെയൊക്കെ ഓരോരോ കാറ്റഗറികൾ പറയും കേട്ടോ. അപ്പൊ ഓരോരോ അങ്ങനെയുള്ള കാറ്റഗറികളൊക്കെ ആര് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ ഇന്ത്യൻസ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നാണ് പറയാം കേട്ടോ. അപ്പൊ ഡിഫറെന്റ് വെറൈറ്റി ഓഫ് റൈസ് ആർ കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ എന്നുള്ളത് അബുൾ ഫസല് അദ്ദേഹത്തിന്റെ ഐൻ ഐ അക്ബറി എന്ന് പറയുന്ന ആ ഒരു ബുക്കില് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയാം. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചു നോക്കി എല്ലാരും. സാർ എന്തേലും എഴുതിപ്പിച്ചിരുന്നോ? എന്റെ സേവി, ഇത് എപ്പ കേറിയതാന്ന് തോന്നുന്നല്ലോ. സൈനപ്പേ ക്ലാസ് 6:30 യൂഷ്വലി തുടങ്ങുന്നതാണല്ലോ. 6:58. ഇന്നെങ്കിലും ഒരു 4 സ്ലൈഡിൽ കൂടുതൽ എടുക്കാൻ എന്നെ സമ്മതിക്കുമോ നിങ്ങള്? എല്ലാ ദിവസവും 4 സ്ലൈഡാ പതിവ്, അതിനപ്പുറം പോകാൻ നിങ്ങൾ സമ്മതിക്കാറില്ല. കൊറിയൻ റൈസോ? ഇതൊക്കെ എവിടെ നിന്നാണ് കണ്ടുപിടിച്ചോണ്ട് വരുന്നത് നിങ്ങൾ? ഡിഫറെന്റ് വെറൈറ്റി ഓഫ് റൈസ് ഒന്നുകൂടി പറയോ. ഡിഫറെന്റ് വെറൈറ്റി ഓഫ് റൈസ് എന്താണ് ഒന്നുകൂടി പറയാനുള്ളത്? അതായത് വിവിധ കാറ്റഗറി പെട്ടിട്ടുള്ള നെല്ലിന് തന്നെ കാറ്റഗറികളുണ്ട്. അയ്യാറെട്ട്, ജയ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കാറ്റഗറികളുണ്ട് കേട്ടോ നന്ദഗോപ. അപ്പോ അത് ജസ്റ്റ് മുത്തശ്ശനോടൊക്കെ മുത്തശ്ശനോട് അച്ഛനോടൊക്കെ അച്ഛനൊക്കെ നെല്ലിന്റെ വെറൈറ്റി കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അപ്പൊ അവരോരോ പേരുകൾ പറഞ്ഞുതരും, നിനക്കത് കേട്ട് പരിചയം പോലും ഉണ്ടാവില്ല. അപ്പൊ അതുപോലെയുള്ള കാറ്റഗറി ഓഫ് നെല്ലുകളുണ്ട്. അതായത് അരിക്കൊക്കെ വ്യത്യാസം വരുന്ന ആണ് അതിന്റെ ഒരു നിങ്ങൾ പറയുന്ന പോലെ പവിഴം, അങ്ങനെയുള്ള റോസ്, അതൊക്കെ അരിയുടെ ബ്രാൻഡ് നെയിംസ് ആണ്, അവർ വിൽക്കുന്ന ബ്രാൻഡ് നെയിംസ് ആണ് കേട്ടോ. അപ്പോ ഈ ഒരു നെല്ലിന്റെ വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അയ്യാറെട്ട്, ജയ, അങ്ങനെ ഓരോ നെയിംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ കാറ്റഗറി അനുസരിച്ച് അബുൾ ഫസൽ അദ്ദേഹത്തിന്റെ ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻസ് ഇഷ്ടം പോലെ വെറൈറ്റി ഓഫ് റൈസസ് കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാകാത്തവർ ഒന്നുകൂടെ ശ്രദ്ധിച്ചിരുന്നോളൂ. എക്കണോമിക് പ്രോഗ്രസ് വി ഹാഡ് അച്ചീവ്ഡ് ഡ്യൂറിംഗ് ദ മുഗൾ റൂൾ. അതായത് മുഗൾ ഭരണകാലത്ത് നമുക്ക് നല്ല രീതിയിൽ സാമ്പത്തികപരമായിട്ട് വളർച്ച ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ രാജ്യം സാമ്പത്തികപരമായിട്ട് നല്ല രീതിക്ക് വളർന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയാം കേട്ടോ. അത് എന്തിൽ നിന്നാണ് വളർച്ച ഉണ്ടായത് സാമ്പത്തികപരമായിട്ട്?
അഗ്രികൾച്ചർ, അതായത് കൃഷിയിൽ നിന്നാണ് കിട്ടിയ ലാഭം കൊണ്ടൊക്കെയാണ് എന്ത് നമ്മുടെ രാജ്യം സാമ്പത്തികപരമായിട്ട് നല്ല രീതിക്ക് വളർന്നത് എന്നാണ് പറയാം കേട്ടോ. അപ്പൊ ഏതൊക്കെ കൃഷിയാണ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് അണ്ടർലൈൻ ചെയ്തേക്കുന്നത്. റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ, ഓയിൽ സീഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമ്മുടെ മുഗൾ പീരീഡിൽ ഉണ്ടായിരുന്ന കൃഷികള് കേട്ടോ. അതിന്റെയൊക്കെ പേരുകള് കൃത്യമായിട്ട് എല്ലാരും പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ അബുൾ ഫസൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എന്താ, അദ്ദേഹത്തിന്റെ ബുക്കില് ഐൻ ഐ അക്ബറി എന്ന് പറയുന്ന ആ ഒരു ബുക്കിൽ അദ്ദേഹം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്ന എന്തൊക്കെ കാര്യങ്ങളാ, നമ്മുടെ ഇന്ത്യൻസ് ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് റൈസ് കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, യെസ്, ഇത്രയും ക്ലിയർ ആണല്ലോ. കുഞ്ഞു കുട്ടികൾക്ക് അതെന്താ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത്രയും ക്ലിയർ ആയിട്ട് സാറ് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് പെട്ടെന്ന് വായിച്ചെല്ലാരും, നമുക്ക് അടുത്തതിലോട്ട് പോവാം. കിട്ടാത്തവരൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്തോളൂ, അത് പിന്നെ എഴുതിയാൽ മതി. ഇന്നലെയൊക്കെ എനിക്ക് നോട്ട് അയക്കാന്ന് പറഞ്ഞ ആരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ അയച്ചോ നോട്ട്? വേഗം വായിച്ചേ. ഈ ഹാൻഡ് റൈസ് ചെയ്തേക്കുന്നവരൊക്കെ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യൂ മക്കളെ. വേഗം ആയിക്കോട്ടെ. ഹാൻഡ് റൈസ് ചെയ്തേക്കുന്നവരെല്ലാവരും ഒന്ന് ഹാൻഡ് ഡൗൺ ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളതാണെന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേ. ഫിനിഷ് റീഡിങ് പറയാനാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് ഡൗൺ ചെയ്തോളൂ. ഓക്കെ, അപ്പൊ കിട്ടാത്തവരൊന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ വേഗം, എഴുതി തീരാത്തവര്. സാർ ഐ ആം സോ സ്ലീപ്പി. മുഖത്ത് ഇച്ചിരി വെള്ളം തെളിച്ചിട്ടിരുന്നോളൂ അവിടെ, പിന്നെ ഉറക്കം പറ്റില്ല. ഇനി ഉറങ്ങി വീണ് കഴിഞ്ഞാൽ ഞാൻ അമ്മേനെ ഡയറക്റ്റ് വിളിക്കാം. അമ്മ ഡയറക്റ്റ് തലേക്കൂടെ ബക്കറ്റ് കണക്കിന് വെള്ളം കൊണ്ടേ കമത്തും. ആണല്ലേ, എന്നാ കുഴപ്പമില്ലടാ. ആക്ച്വലി മക്കളെ, നമ്മളിവിടെ പഠിക്കുകയാണല്ലോ നമ്മുടെ ലക്ഷ്യം, ഗെയിം കളിച്ചോണ്ടിരിക്കുകയല്ലോ. ഗെയിം കളിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ആര് പഠിപ്പിക്കും? ഇപ്പൊ 4 ക്ലാസ് ആയിട്ട് നമുക്ക് ഇത്രേ പറയാൻ പറ്റിയിട്ടുള്ളൂ. ഈ ചാപ്റ്ററിന് എന്തോരാ കിടക്കണേ. നമുക്ക് അതൊന്ന് പഠിപ്പിക്കണ്ടേ? തുളസി മിസ് ഗെയിം കളിക്കും. തുളസി മിസ് ഗെയിം കളിക്കുമോ തുള്ളിച്ചാടും എന്തെങ്കിലും ചെയ്തോട്ടെ, നമുക്ക് നമ്മുടെ രീതിക്ക് പോയാൽ പറയാം. യെസ്, ഓക്കെ അല്ലേ? യെസ് മക്കളെ, മഴയൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. എന്താണ്, അപ്പൊ അവിടുത്തെ ഫാർമേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അവർക്ക് എന്തൊക്കെ പ്രത്യേകതകളാണ് കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പറയാൻ വേണ്ടിട്ട് പോവാം. The farmers was not evicted from the land as long as he paid tax. എന്താ, ഫാർമേഴ്സ് അവരെന്താ, നിങ്ങൾ നികുതി കൊടുക്കാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ടാക്സ് കൊടുക്കാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല ടാക്സ് കൊടുക്കുന്ന കാര്യം? അപ്പോ ടാക്സ് കൊടുക്കുക. ഫാർമേഴ്സും എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കും. കൃഷിക്കാരെല്ലാം എന്താ, ടാക്സ് കൊടുക്കണം. അത് കൊടുക്കുന്ന അത്രയും കാലം എന്താ, അവർക്ക് ആ ഒരു ലാൻഡിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ വരില്ല. അവർ ടാക്സ് കൊടുക്കുന്ന അത്രയും കാലം അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് അവരുടെ ലാൻഡില് നിൽക്കാം കേട്ടോ. ഓക്കെ, ഫാർമേഴ്സ് വാസ് നോട്ട് എവിക്റ്റഡ് ഫ്രം ദ ലാൻഡ് ആസ് ലോങ് ആസ് ഹി പേ ടാക്സ്. അപ്പോ ഒരു കൃഷിക്കാരനായിട്ടുള്ള ആൾക്ക് എന്താ, അയാൾ ടാക്സ് കൊടുക്കുന്ന അത്രയും കാലം എന്ത് ചെയ്യാം, അയാളുടെ ലാൻഡിൽ അയാൾക്ക് നിൽക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ എന്താ, രാജാവിന് തോന്നിക്കഴിഞ്ഞാൽ ആ ലാൻഡ് ചിലപ്പോ അക്യൂർ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ, അയാള് ടാക്സ് അടയ്ക്കുന്നിടത്തോളം കാലം, അതായത് രാജാവിന് നികുതി പണം കൊടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോ എന്താ, ഓരോ ആ ഏരിയകൾക്ക് നമ്മള് ടാക്സും കാര്യങ്ങളും എല്ലാം കൊടുക്കണം. ഇപ്പൊ നിങ്ങളുടെ വീട്ടുകാര് എന്താ, ചിലപ്പോൾ GST അടയ്ക്കുന്നുണ്ടാവും കേട്ടോ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അടയ്ക്കുന്നുണ്ടാവും. അങ്ങനെ ഓരോരോ ടാക്സുകളൊക്കെ പേ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പണ്ടും ടാക്സ് സിസ്റ്റം ഉണ്ടായിരുന്നു, നികുതി കൊടുക്കുന്ന പരിപാടികൾ ഉണ്ടായിരുന്നു. എന്താ, ഓരോ സ്ഥലം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സ്ഥലത്തിന് നികുതി കൊടുക്കണം. അതുപോലെ തന്നെ എന്താ, ചെറിയ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൈവശം വെക്കുന്നതിന് അങ്ങനെ കൈവശത്തിനുള്ള നികുതി കൊടുക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പണ്ട് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു.
രാജാക്കന്മാരൊക്കെ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു ഫാർമർക്ക് അയാളുടെ ലാൻഡ് കൈവശം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ലാൻഡിന് ടാക്സ് പേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ലാൻഡ് അതിൽ നിന്ന് അയാൾക്ക് ഇറങ്ങാതെ ഇരിക്കാം കേട്ടോ. ടാക്സ് പേ ചെയ്യുന്ന അത്രയും കാലം അയാൾക്ക് ലാൻഡ് സ്വന്തമായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കേ, ദ യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് ന്യൂ ടൂൾസ് എൻറിച്ച് ദ അഗ്രികൾച്ചർ സെക്ടർ ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ്. മുഗൾ പീരീഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചു? യൂസ് ഓഫ് ടെക്നോളജി. ടെക്നോളജി എന്താ? പുതിയ പുതിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമ്മൾ നെല്ല് കൊയ്യാനായിട്ടോ അല്ലെങ്കിൽ ആ പാടത്തോട്ട് വെള്ളം എത്തിക്കാനൊക്കെ ആയിട്ടോ അങ്ങനെയൊക്കെ പുതിയ പുതിയ ടെക്നോളജികളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നു. അതുപോലെ പിന്നെന്താ കൊണ്ടുവന്നത്? പുതിയ ടൂൾസ് കൊണ്ടുവന്നു. എന്താ നമ്മള് പണ്ട് ഗുഹയിലുള്ള ആൾക്കാരൊക്കെ യൂസ് ചെയ്തിരുന്ന ടൂളുകളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ നല്ല എക്യുപ്മെന്റ്, പുതിയ പുതിയ എക്യുപ്മെന്റ്സ് അല്ലേ യൂസ് ചെയ്യുന്നത്. യെസ്, അതുപോലെ പുതിയ പുതിയ ടൂളുകളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നത് എന്ത് നന്നായി? നമ്മുടെ അവിടുത്തെ മുഗൾ പീരീഡിലെ ആ സമയത്ത് ഉണ്ടായിരുന്ന അഗ്രികൾച്ചർ സെക്ടറിന്റെ വളർച്ചയ്ക്ക് പുതിയ പുതിയ ടൂളുകളും പുതിയ ടെക്നോളജികളുടെ ഉപയോഗവും സഹായിച്ചു എന്നാണ് പറയാം കേട്ടോ. ദി യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് ന്യൂ ടൂൾസ് എൻറിച്ച് ദ അഗ്രികൾച്ചർ സെക്ടർ ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ്. മുഗൾ പീരീഡില് ഈ ടെക്നോളജികളുടെ ഉപയോഗം അതുപോലെ തന്നെ പുതിയ ടൂളുകളുടെ ഉപയോഗം ഒക്കെ അഗ്രികൾച്ചർ സെക്ടർ വളരാനായിട്ട് ഒരുപാട് സഹായിച്ചു എന്നാണ് പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ഏതൊക്കെ? ദ പേർഷ്യൻ വീലും കനാൽസും. ഏതൊക്കെയാ? ദ പേർഷ്യൻ വീൽ ആൻഡ് കനാൽസ് വെർ വൈഡ്ലി യൂസ്ഡ് ഫോർ. എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാ? ഇറിഗേഷന്, അതായത് ഓരോ പാടത്തേക്കും കാര്യങ്ങളിലേക്കൊക്കെ വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏതൊക്കെ? പേർഷ്യൻ വീലും കനാലും. നിങ്ങൾക്ക് കാണണ്ടേ പേർഷ്യൻ വീലും കനാലും? കനാല് കണ്ടിട്ടുണ്ടോ? ആരുടെങ്കിലും വീടിന്റെ അടുത്ത് കനാലൊക്കെ ഉണ്ടോ? ഇല്ല. കനാലുള്ളവരൊക്കെ ഒന്ന് തലയിട്ടു, ഒന്ന് കാണട്ടെ. കനാല് കണ്ടിട്ടുള്ളവര്? സമാധാനായി, കുറച്ച് തലയാട്ടലുകളൊക്കെ കാണുന്നുണ്ട്. എന്റെ പൊന്നു മെഹറേ, അത് ഞാൻ പറഞ്ഞു കേട്ടില്ലായിരുന്നോ? അതിനെ നന്നാക്കി അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെടുത്തുക. എൻറിച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് കേട്ടോ. അതിന് കൂടുതൽ സഹായകരമായി എന്നുള്ളതാണ്. ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ. ഇഷാനി കഴിഞ്ഞ സ്ലൈഡ് കാണിക്കാട്ടോ. കേട്ടെ, എല്ലാവർക്കും കിട്ടിയോ? അപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മുടെ പേർഷ്യൻ വീലും കനാലും ഒന്ന് കണ്ടേക്കാം. ഇതാണ് നമ്മുടെ പേർഷ്യൻ വീൽ എന്ന് പറയുന്നത്. കനാലുകളെല്ലാം കണ്ടിട്ടുണ്ടോ? ഓരോ ഏരിയകളിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ സൈഡ് വഴി ഒരു സിമെന്റ് പോലത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഓരോ പ്രദേശങ്ങളിലേക്ക് കൈവഴികൾ പോലെ വെള്ളം എത്തിക്കും. ഡാമിൽ നിന്നൊക്കെ വെള്ളം എത്തിക്കുന്ന സിസ്റ്റമാണ് നമ്മുടെ കനാൽ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പേർഷ്യൻ വീല് കേട്ടോ. പേർഷ്യൻ വീല് നോക്കിക്കേ എങ്ങനെയാണ് കറങ്ങുന്നത് എന്നുള്ളത്. ഓരോ പാട്ടുകളിലേക്ക് വെള്ളങ്ങൾ കയറി 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 ഇങ്ങനെ നിറഞ്ഞ് മുകളിലെ ഈ ഒരു ഏരിയയിലോട്ട് വെള്ളം എത്തും. ആ ഏരിയ കൂടെ എങ്ങോട്ട് വെള്ളം പോകും? പാടത്തോട്ട് വെള്ളം കറക്റ്റ് ആയിട്ട് എത്തും കേട്ടോ. അപ്പൊ ഏതൊക്കെ സിസ്റ്റംസ് ആണ് മെയിൻലി ഉപയോഗിച്ചിരുന്നത്? പേർഷ്യൻ വീലും കനാലും ആണ് കേട്ടോ. ഓക്കെ, വേഗം ഒന്ന് എഴുതിക്ക എല്ലാരും, വേഗം ആയിക്കോട്ടെ. അപ്പൊ അവിടെയുള്ള ഫാർമേഴ്സ് അവര് ടാക്സ് അടയ്ക്കുന്ന അത്രയും കാലം അവർക്ക് എന്ത് ചെയ്യാം? ആ ലാൻഡിൽ അവർക്ക് സ്റ്റേ ബാക്ക് ചെയ്യാം. അവർക്ക് അവർക്ക് അവരുടെ ലാൻഡായിട്ട് അവർക്ക് കൃഷി ചെയ്ത് അവിടെ ഉപയോഗിക്കാം. ടാക്സ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും എന്നാണ് പറയുന്നത്. രാജാവ് അവിടെ നിന്ന് ഇറക്കി വിടുവാറ് കേട്ടോ. അപ്പൊ പുതിയ പുതിയ ടെക്നോളജികൾ കൊണ്ടുവന്നു, പുതിയ പുതിയ ടൂളുകൾ കൊണ്ടുവന്നു. അതൊക്കെ നമ്മുടെ മുഗൾ പീരീഡിലുള്ള അഗ്രികൾച്ചർ മെച്ചപ്പെടുത്താനായിട്ട് സഹായിച്ചു എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ഏതൊക്കെ? പേർഷ്യൻ വീലും കനാലും കേട്ടോ. അപ്പൊ അതിന്റെ പേരുകൾ മാത്രം എഴുതുക. പേർഷ്യൻ വീല് ഒരു കോമ ഇടുക, അല്ലെങ്കിൽ പേർഷ്യൻ വീൽ ആൻഡ് കനാൽ എന്ന് എഴുതുക, ഒരു ചെറിയ വര ഇടുക, എന്നിട്ട് ഇറിഗേഷൻ എന്ന് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, പാട്ട് പാടാനോ? നല്ല രസമായിരിക്കും ഈ ഒച്ച വെച്ച് ഞാൻ പാട്ട് പാടിക്കഴിഞ്ഞാൽ. വേഗം എനിക്ക് ഒന്ന് രണ്ട് പേര് വിളിച്ചോളൂ സാർ. ഉത്തരേ എന്താ ഉറങ്ങിപ്പോയാ? എന്താണ് പറയൂ? എഴുതാൻ പറ്റിയിട്ടില്ലേ? ഏതാണത്? ഇതാണോ? ഇതിൽ ആദ്യത്തെ പോയിന്റും രണ്ടാമത്തെ പോയിന്റും മാത്രം എഴുതിയാൽ മതിടാ കേട്ടോ. ലാസ്റ്റ് പോയിന്റ് എഴുതണ്ട.
മെമ്മോയിസിന്റെ മീനിങ് മാത്രം നമ്മൾ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിൽ ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്ന മാത്രം എഴുതിയാൽ മതി കേട്ടോ. നഭാനെ, നബാൻ. ഇനി മുഹമ്മദ് നബാൻ എന്ന് വിളിച്ചില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കോ നീ? എന്താ എന്റെ കുട്ടീന്റെ പ്രശ്നം? ഏത് പറ, നിക്കാതോ കാക്കാതോ എന്തെങ്കിലൊക്കെ വിളി പറ. പണ്ഡിതന്മാരുടെ ഇംഗ്ലീഷിൽ പറയണേ സ്കോളേഴ്സ്. SCH നീ എഴുതിയെടുക്കണ്ട. ഹലോ ഈശ്വര, എടാ കേക്കുന്നുണ്ടാ? നീ നോട്ട് ചെയ്തോ കേട്ടോ. ഓക്കെ, നബാനെ കേക്കുന്നുണ്ടോ? ഓക്കെ ആണോ? കേക്കുന്നുണ്ടോ? അപ്പൊ യെസ്, ഓക്കെ. ഇപ്പൊ കേക്കുന്നില്ലേ? ഓക്കെ അല്ലേ നിനക്ക്? SCH എഴുതിയാ? OLARS RS. ഓക്കെ, എന്ത് സ്കോളേഴ്സ്? ഓക്കെ, ബൈ. ആരെങ്കിലൊക്കെ വിളിക്കും. യെസ്, ആയിഷ മെഹറിൻ പറയൂ, എന്താണ് മക്കളെ? പേർഷ്യൻ വീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളൊരു വീല് പോലത്തെ ഇതിലേക്ക് കുറെ പാത്രം പോലത്തെ നമ്മൾ ബക്കറ്റ് പോലത്തെ സാധനങ്ങളില്ലേ, ആ വലിപ്പമുള്ള സാധനങ്ങൾ ഇങ്ങനെ കുറെ കണക്ട് ചെയ്യും. എന്താ മക്കളെ? കേട്ടില്ല, ക്ലിയർ ആവുന്നില്ലല്ലോടാ. ചെറിയ നമ്മളിങ്ങനെ സിമെന്റ് പോലത്തെ ഒരു പാത ഉണ്ടാക്കിയിട്ട് അതിന്റെ ഇതിൽ കൂടെ വെള്ളം പോകുന്ന കണ്ടിട്ടില്ലേ? ചെറുതും ഉണ്ട്, അതുപോലെ തന്നെ വലിയ കനാലുകളും ഉണ്ട്. ഓരോ ഏരിയകളിൽ നിന്ന് വ്യത്യാസം വരും. നമ്മളിപ്പോ ചില സ്ഥലത്തൂടെ ഒക്കെ പോവാണെന്നുണ്ടെങ്കിൽ റോഡിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോകുന്ന കണ്ടിട്ടില്ലേ? റോഡിന്റെ മുകളിൽ കൂടെ വലിയ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള സാധനങ്ങൾ ഇങ്ങനെ അക്വാഡക്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ? അങ്ങനെയുള്ള അതൊക്കെ കനാലുകളാണ് കേട്ടോ. ഓക്കെ, ശ്രീലക്ഷ്മി എന്ന് വിളിച്ചോളൂ. എന്താണ് ശ്രീലക്ഷ്മി മാഡം പറയൂ. എന്താ ഒരു നീല വെളിച്ചൊക്കെ ഉണ്ടല്ലോ? കേക്കാടാ, പറ. ഇതൊക്കെ കഴിഞ്ഞ കൊല്ലം പഠിച്ചല്ലേ? എല്ലാം കഴിഞ്ഞ കൊല്ലം പഠിച്ച, എന്നിട്ടും ഈ ഡൗട്ട് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തതാണ്. പൊന്നു മക്കളെ, എനിക്കറിയാമോ ഇതൊക്കെ 6ാം ക്ലാസ്സിലുള്ള സാധനങ്ങളാ. പറഞ്ഞു ടാവർണിയർ എന്ന് വായിക്കും, ടാവർണിയർ എന്ന് വായിക്കുന്നവരുണ്ട്. രണ്ട് രീതിയിൽ നമുക്കത് പ്രൊനൗൺസ് ചെയ്യാം കേട്ടോ. യെസ്, അതെ. ഡൗട്ട് എല്ലാവർക്കും ഡൗട്ടാണ് ഇവിടെ. എന്താ നിങ്ങളുടെ? ഞാൻ ക്ലാസ് 7 മാറ്റിയിട്ട് ഡൗട്ട് ക്ലാസ് ഇടാം, അതായിരിക്കും നല്ലത്. എന്താണത്? ആ ധ്രുവ അവിടെ ഉണ്ടോ സർ? അവനെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താണ് നിന്റെ ഡൗട്ട്? അത് നമ്മളെ ഒരു വീല് പോലത്തെ സാധനത്തിലോട്ട് ഈ പാത്രങ്ങൾ പോലെയുള്ളത് കണക്ട് ചെയ്യും. അപ്പൊ വേറെയുള്ള ചെറിയ കുളം പോലെയൊക്കെ ഉള്ള ഏരിയയിലേക്ക് ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ട് പാടത്തോട്ട് ഇതിങ്ങനെ കറക്കി കഴിയുമ്പോൾ ഓരോ പാട്ടകളിലും വെള്ളം കയറി അതിങ്ങനെ കറങ്ങി വരുമ്പോ മുകളിലുള്ള പാട്ടയിൽ നിന്നുള്ള വെള്ളം പാടത്തോട്ടായിരിക്കും വീഴുന്നുണ്ടാവുക കേട്ടോ. ഇത് നോക്കിയേ, നീ ഈ പിക്ചർ നോക്കിയേ, ഇത് കണ്ട
അത് ഈ സാധനം കണ്ട ഇതിനകത്തുനിന്ന് വെള്ളം നേരെ ഇങ്ങോട്ട് പോകും, പാടത്തോട്ടായിരിക്കും ഒഴുകി പോകുന്നുണ്ടാവുക. കോരാനുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം കേട്ടോ. നമ്മൾ വെള്ളം കോരില്ലേ, വെള്ളം കോരുന്നതിനുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാവുമ്പോ പെട്ടെന്ന് കറക്കത്തിലൂടെ സാധനങ്ങൾ കിട്ടും. ഓക്കെ, യെസ്. അപ്പോ ഈ കാര്യങ്ങൾ എല്ലാരും നോട്ട് ചെയ്തോ? ഇതെല്ലാവരും നോട്ട് ചെയ്തോ? ഇനി നോട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഞാൻ വേണം പോസ് ചെയ്ത് നിൽക്കാം. വേറെ എടുത്തോളൂ. ആർദ്ര അവിടെ ഇരുന്ന് സിനിമ പിടിക്കുന്നുണ്ട്. അവിടെ മക്കളെ എല്ലാരെയും വിളിക്കാം. ഇതൊരു ലോഡ് ഉണ്ട്. എല്ലാരെയും വിളിക്കാം. എല്ലാരും വിളിച്ചിട്ട് ഞാൻ പോകുന്നുള്ളൂ. ഓക്കെ, യെസ്. അപ്പോ കഴിഞ്ഞ സ്ലൈഡ് എടുക്കാത്ത ആളുകൾ ഒന്ന് വേഗം സ്ക്രീൻഷോട്ട് ചെയ്തോളൂ. ഈ കഴിഞ്ഞ സ്ലൈഡൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കാനും എഴുതാനൊക്കെ ഞാനൊരു 10 മിനിറ്റെങ്കിലും മിനിമം തന്നതാണ് എന്റെ ഒരു നിഗമനം. എന്നിട്ടും സ്ക്രീൻഷോട്ട് എടുക്കാണ്ട് അവിടെ വെറുതെ ഇരിക്കുക. സാറ് ഡാൻസ് കളിക്കോ? പിന്നെന്താ, എന്നെ കൂടെ ഒരു കുറവല്ലോ. ഓക്കെ, അപ്പൊ നോക്കിയേ, എല്ലാരും പേഴ്സൺ വീല് കണ്ടല്ലോ. യെസ്, സാർ ഈസ് മൈ സൂപ്പർ ഹീറോ. ഞാൻ ഇനിയിപ്പോ പറക്കണ്ട വരുമോ? ചിറക് വെക്കൂ നിങ്ങൾ ഇവിടെ പുറകില്. ശരി, പറക്കാനും നിന്റെ പൊന്നു മക്കളെ ഇവിടെ ജീവിച്ചു വെക്കോട്ടെ. സൂപ്പർ ഹീറോ ഒന്നും ആക്കി പരന്റെ മുകളിലൊന്നും കേട്ടരുത്. ഓക്കെ, യെസ്. അപ്പൊ പേർഷ്യൻ വീൽസ് ഒക്കെ എല്ലാരും കണ്ടില്ലേ? നോക്കിയേ, അതായത് നമ്മുടെ പേർഷ്യൻ വീലും അതുപോലെ തന്നെ കനാലുകളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ എല്ലാ പാടങ്ങളിലോട്ടും എന്ത് കിട്ടാൻ തുടങ്ങി? വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഫലസംതൃപ്തിയായി എല്ലാവരുടെയും കയ്യിൽ എന്ത് ഉണ്ടാകാൻ തുടങ്ങി? പൈസയും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോ എന്താ നോക്കിയേ, ആദ്യത്തെ പോയിന്റ് നോക്കിയേ, ഇൻക്രീസ്ഡ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി, ആക്സിലറേറ്റഡ് ട്രേഡ് ആൻഡ് അർബനൈസേഷൻ. അതായത് എന്താ, നമ്മുടെ അഗ്രികൾച്ചറും കാര്യങ്ങളും എല്ലാം വികസിച്ചു, എല്ലാവർക്കും നല്ല പൈസയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോ എന്താ, പതുക്കെ വ്യാപാരം, ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപാരം എന്നാണ് കേട്ടോ. കച്ചവടം ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുകയും അതുപോലെ തന്നെ എന്താ, ആളുകൾ ചെറിയ ഗ്രാമത്തിൽ നിന്ന് പട്ടണങ്ങളിലേക്കൊക്കെ മാറി താമസിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. അവരൊക്കെ എല്ലാം വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള രീതിയിലേക്ക് ആകാനായിട്ട് തുടങ്ങി എന്നാണ് പറയാം കേട്ടോ. അർബനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മള് ആ സമയത്തൊക്കെ ചെറിയ ഗ്രാമങ്ങളിലൂടെയാണ് ആൾക്കാർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പട്ടണങ്ങളിലേക്ക്, അതായത് സിറ്റികളിലേക്ക് മാറി താമസിക്കുന്ന ഒരു രീതിയിലേക്ക് ആളുകൾ എത്തി എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ ആ സമയത്ത് ഏറ്റവും എന്താ ഫേമസ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു ഗുജറാത്ത് എന്ന് പറയുന്നത് കേട്ടോ. ഗുജറാത്ത് വാസ് ദ ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ്. വൺ വേർഡ് ചോദിക്കുന്നതാണ്, എഴുതി വെച്ചോളൂ. ഗുജറാത്ത് വാസ് ദ ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ്. ഓക്കെ, യെസ്. ഇനിയിപ്പോ ഏതെങ്കിലും മുന്നത്തെ സ്ലൈഡുകൾ കാണിക്കാനുള്ള ഒരു ലാസ്റ്റിൽ നിന്നാ മതി. ലാസ്റ്റിൽ സാറ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ആ സമയത്ത് ഗുജറാത്ത് ആയിരുന്നു കൂടുതലും ഗുഡ്സും കാര്യങ്ങളും എല്ലാം ട്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു സെന്റർ എന്ന് പറയുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ ഗുഡ്സും കാര്യങ്ങളും എല്ലാം എക്സ്ചേഞ്ച് ചെയ്തിരുന്നത് ഗുജറാത്ത് വഴിയായിരുന്നു. അതുകൊണ്ടാണ് ഗുജറാത്ത് എന്തെന്ന് അറിയപ്പെടുന്നത്? ഗുജറാത്ത് വാസ് ദ ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ്. പുറത്തേക്കൊക്കെ ഗുഡ്സും കാര്യങ്ങളെല്ലാം കയറ്റി അയക്കുന്നുണ്ടായിരുന്നു. അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗുജറാത്തിലെ ഒരു മെയിൻ സെന്റർ ആയിട്ട് നമ്മൾ കാണുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്പോർട്ട് ചെയ്തിരുന്നത്? നമ്മൾ എക്സ്പോർട്ട് ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഏതൊക്കെ? ടെക്സ്റ്റൈൽസ്, മുസ്ലിം, ഷുഗർ ആൻഡ് റൈസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ എക്സ്പോർട്ട് ചെയ്തിരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു സെന്റൻസ് മുഴുവനായിട്ട് എഴുതിക്കോളൂ. ദ മെയിൻ എക്സ്പോർട്ട് ഐറ്റംസ് വേർ ടെക്സ്റ്റൈൽസ്, മുസ്ലിം, ഷുഗർ ആൻഡ് റൈസ്. ഓക്കെ, തുണിയും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷുഗറും അതുപോലെ തന്നെ റൈസും കാര്യങ്ങളും എല്ലാം കയറ്റി അയക്കുന്നുണ്ടായിരുന്നു ആണ് പറയാം. ഇതൊക്കെ എന്ത് വഴി അയച്ചുകൊണ്ടിരുന്നേ? പണ്ട് എന്ത് വഴി അയച്ചുകൊണ്ടിരുന്നേ? അല്ലെങ്കിൽ ഇപ്പോഴും ആയാലും എന്ത് വഴിയൊക്കെ അയക്കുന്നേ? ഗുഡ്സും സാധനങ്ങളൊക്കെ എന്ത് വഴിയാ കയറ്റി അയക്കുന്നേ? അത് പോകുന്ന ഒരു വണ്ടി പറയൂ. ഗുഡ്സും സാധനങ്ങളും എല്ലാം കയറ്റി അയക്കുന്നത് യെസ്, ഷിപ്പ് വഴിയാണത് കയറ്റി അയക്കുന്നത്. ഷിപ്പ് എതിലേ പോകുന്നേ? വെള്ളത്തിൽ കൂടെ. അപ്പൊ വാട്ടർ ട്രാൻസ്പോർട്ട് ആണ് കേട്ടോ. വാട്ടർ ട്രാൻസ്പോർട്ട് മെയ്ഡ് സിഗ്നിഫിക്കന്റ് പ്രോഗ്രസ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. ആ പീരീഡില് കൂടുതലായിട്ടും എന്താണ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആണ്
കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് കേട്ടോ. വാട്ടർ ട്രാൻസ്പോർട്ട് മെയ്ഡ് സിഗ്നിഫിക്കന്റ് പ്രോഗ്രസ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. ആൻഡ് ആ ഒരു സമയത്ത് ഏതൊക്കെ സ്ഥലങ്ങളായിരുന്നു പ്രധാനപ്പെട്ട സിറ്റികളായിട്ട് വളർന്നതെന്നാണ്, ഏതൊക്കെ സ്ഥലങ്ങളായിരുന്നു വലിയ വലിയ പട്ടണങ്ങളായിട്ട് വളർന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ആദ്യത്താണ് ധാക്ക. ധാക്ക എന്ന് പറയുന്ന സ്ഥലം. രണ്ടാമത് നോക്കൂ മുർഷിദാബാദ്. മുർഷിദാബാദ് കേട്ടോ. രണ്ടാമത്തെ പറയുന്നത് എന്താ? മുർഷിദാബാദ്. ഓക്കെ. മൂന്നാമതാണ് സൂറത്ത്. സൂറത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പിന്നെന്താ? ലാഹോർ, ആഗ്ര. ആ സമയത്തെ എന്താ നമ്മുടെ മുഗൾ ഏരിയകളിലെ അല്ലെങ്കിൽ ആ ഒരു പീരീഡ് ഓഫ് ടൈമിലെ എന്താ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സിറ്റീസ് ആയിരുന്നു ഏതൊക്കെ? ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര കേട്ടോ. ഇതൊക്കെയായിരുന്നു ധാക്ക, മുർഷിദാബാദ് എന്നാണ് കേട്ടോ. വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർ ഒന്നുകൂടെ ഒന്ന് കേട്ടു പഠിച്ചോളൂ. മുർഷിദാബാദ്, ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര. ഓക്കെ. യെസ്. അപ്പൊ എന്താ ആ സമയത്ത് എന്താ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കാര്യങ്ങളും എല്ലാം നല്ല രീതിക്ക് കൂടിയിരുന്നു. ആൻഡ് അതുപോലെ തന്നെ എന്താ ഗുജറാത്ത് ആയിരുന്നു ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള എന്താ ഗേറ്റ് വേ ഓഫ് ഗുഡ്സ് എന്ന്, ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു കൂടുതലും അവർ കയറ്റി അയച്ചത് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്തിരുന്നത്? ടെക്സ്റ്റൈൽസ്, മുസ്ലിം, ഷുഗർ ആൻഡ് റൈസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവര് കൂടുതലായിട്ടും കയറ്റി അയച്ചിരുന്നത്. അത് ഏത് വഴിയാ? ഷിപ്പ് മാർഗം, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ വഴി കേട്ടോ. ഷിപ്പായിരുന്നു ആ സമയത്ത് കൂടുതലായിട്ടും എന്താ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ അവര് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയെന്ന് പറയാം. ഒരു ട്രേഡും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഷിപ്പ് സംവിധാനങ്ങളൊക്കെ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഏതൊക്കെ സ്ഥലങ്ങളായിരുന്നു ആ സമയത്ത് പ്രധാനപ്പെട്ട സിറ്റീസ്? ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര. ഓക്കെ ആണേ? യെസ്. ഇപ്പൊ പോയിന്റുകളൊന്ന് വേഗം വായിച്ചെല്ലാരും. മുസ്ലിം എന്താണെന്നാണോ? അതൊരു കോട്ടൺ ഫാബ്രിക് ആണ് മക്കളെ. അതായത് കോട്ടൺ തുണിയില്ലേ, അതാണ് കേട്ടോ മുസ്ലിം. കോട്ടൺ ഫാബ്രിക് ആണ് ശരിക്കും. ഓക്കെ. മുസ്ലിം എന്താണെന്ന് അറിയാത്തവരെ എഴുതി വെച്ചോളൂ. കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ. ഓക്കെ. എല്ലാരും വായിച്ചു കഴിഞ്ഞോ? പോയിന്റ് 1ഉം പോയിന്റ് 2ഉം ഒന്നും മനസ്സിലായില്ലെന്നാണോ ഉദ്ദേശിക്കുന്നത്? അതൊന്നുകൂടെ പറഞ്ഞു തരാനാണോ? യെസ്. ഓക്കെ. പോയിന്റ് 1 എന്താണ്? ആ സമയത്ത് അതായത് നമ്മുടെ എന്താ അഗ്രികൾച്ചറിന് എല്ലാം കുറച്ച് എന്താ വളർച്ചയും കാര്യങ്ങളും ഉണ്ടായെന്നുള്ളത് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു തന്നല്ലോ. യെസ്. അപ്പോ അഗ്രികൾച്ചറും കാര്യങ്ങളും എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ അഗ്രികൾച്ചറും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വികസിച്ച് വന്നു. അവരുടെ കയ്യിൽ പൈസയും കാര്യങ്ങളും എല്ലാം ആയി കഴിഞ്ഞപ്പോ എന്താ ട്രേഡിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ അർബനൈസേഷൻ, ഇപ്പോ എന്താ വ്യാപാരം, അതുപോലെ തന്നെ ആളുകൾ പട്ടണത്തിലോട്ട് മാറുന്ന ഒരു രീതി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് വളർന്നു എന്നാണ് പറയാ, ഇൻക്രീസ് ചെയ്യപ്പെട്ടു. രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറയാ, ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ ട്രേഡ് ഏരിയ എന്ന് പറയുന്നത് ഗുജറാത്ത് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഗുജറാത്ത് എന്താ ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കൂടുതൽ ഗുഡ്സ് എന്താണ് അതൊക്കെ ഇപ്പൊ ഇവിടെ എന്തിനാ? യെസ്. അപ്പൊ കൂടുതൽ ഗുഡ്സ് കാര്യങ്ങളെല്ലാം കയറ്റി അയക്കും, ഇറക്കുമതി ചെയ്തൊക്കെ എന്താ നമ്മുടെ ഗുജറാത്ത് എന്ന് പറയുന്ന ഏരിയയിലാണ് കേട്ടോ. കൂടുതൽ എക്സ്പോർട്ട് ചെയ്തിരുന്ന ഐറ്റംസ് ആണ് ഏതൊക്കെ? ടെക്സ്റ്റൈൽസ്, മുസ്ലിം, ഷുഗർ ആൻഡ് റൈസ്. ഓക്കെ. അതുപോലെ തന്നെ എന്താ പ്രധാനപ്പെട്ട ട്രേഡ് സെന്റേഴ്സ് ആയിരുന്നു ഏതൊക്കെ? ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര. ഓക്കെ. ഇത്ര സ്ഥലങ്ങളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിരുന്നു കേട്ടോ. ഓക്കെ. യെസ്. ഡൗട്ടുകൾ കമന്റ് ചെയ്തോളൂ. ഓക്കെ ആണോ? വായിച്ചു കഴിഞ്ഞോ മക്കളെ? എടാ ഞാനിപ്പോ ഒരു 4ാമത്തെ തവണയാണ് ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യണത്. ഇത് പിന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കും മക്കളെ പറയുന്നത് കേൾക്കുന്നത്. ഓരോ പോയിന്റുകളും ഞാൻ കൃത്യമായിട്ട് ഒന്നുകൂടെ പറയുന്നുണ്ട്. നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ഒന്നുകൂടെ കേട്ടിരിക്കുവോ? മൊത്തത്തിലാണ് ഞാൻ ഇപ്പൊ ഒരു 3-4 തവണ പറഞ്ഞു കേട്ടോ സാറാ. ഓക്കെ. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം, അതൊന്നുകൂടെ കേട്ടിരുന്നോളൂ കേട്ടോ. മനസ്സിലാകാത്തവര് കൃത്യമായിട്ട് ഒന്നുകൂടെ കറക്റ്റ് കേട്ടിരിക്കാം. ഓക്കെ. യെസ്. അപ്പൊ എന്താണ്
ആദ്യത്തെ പോയിന്റിൽ പറയുന്നത് ഇൻക്രീസ്ഡ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ആക്സിലറേറ്റഡ് എന്താണ് ട്രേഡ് ആൻഡ് അർബനൈസേഷൻ. ആക്സിലറേറ്റഡിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് കേട്ടോ. അത് എന്തിനൊക്കെ വർധനവുണ്ടായി? അതുപോലെ ട്രേഡിനും അർബനൈസേഷൻ. ട്രേഡ് എന്ന് പറഞ്ഞാൽ വ്യാപാരമാണ്, അർബനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആളുകള് പട്ടണത്തിലോട്ട് നീങ്ങുന്ന ആ ഒരു രീതിയാണ് കേട്ടോ. ഓക്കെ, യെസ്. ആൻഡ് ഗുജറാത്ത് വാസ് ദ ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ്. ഫോറിൻ ഗുഡ്സിന്റെ എന്താ എക്സ്പോർട്ടും ഇമ്പോർട്ടും കാര്യങ്ങളും എല്ലാം നടന്നിരുന്നത് എവിടെയാ? മെയിൻലി ഗുജറാത്തിലാണ് ഇന്ത്യയിൽ നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ നമ്മുടെ ഗുജറാത്ത് ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ എന്താ ടെക്സ്റ്റൈൽസ്, മുസ്ലിം, ഷുഗർ ആൻഡ് റൈസ് പോലെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? അവർ കൂടുതലായിട്ടും എക്സ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ എന്താ അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഷിപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും അവര് എക്സ്പോർട്ടിനായിട്ട് യൂസ് ചെയ്തിരുന്നത് കേട്ടോ. ആർദ്ര ഡിസ്കോ ഡാൻസ് ഒക്കെ കഴിഞ്ഞോ? എന്നാ അവിടെ അടങ്ങിയിരിക്കും. യെസ്. ആൻഡ് അവിടുത്തെ പ്രധാനപ്പെട്ട സിറ്റീസ് ഏതൊക്കെയായിരുന്നു? ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര പോലെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഏറ്റവും എന്താ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. യെസ് സാർ, നിൽക്കാനുള്ള ആൾക്കാരുടെ പേരൊന്ന് വിളിച്ചോ. അയലിൻ, അദ്വൈതേസ്, പയസ് മാത്യു, ആരാധന പ്രകാശ്, റയാൻ റോണി, പ്രാർത്ഥന പ്രജിത്ത്, ദേവന, ഐഷ മെഹറൻ. ഇത്രയും പേര് ക്ലാസ് കഴിയുമ്പോൾ നിൽക്കണം കേട്ടോ. ഓക്കെ, യെസ്. ഒന്നുകൂടെ സാറ് വായിക്കാം. എയിലിൻ, അതുപോലെ തന്നെ എന്താ അദ്വൈദാസ്, പയസ് മാത്യു, ആരാധന പ്രകാശ്, റയാൻ റോണി, പ്രാർത്ഥന പ്രജിത്ത്, ദേവന, ഐഷ മെഹറൻ. ഇത്രയും പേര് ക്ലാസ് കഴിയുമ്പോൾ നിൽക്കണം കേട്ടോ. നോട്ട് കാര്യങ്ങളൊക്കെ സാർ ചെക്ക് ചെയ്യുന്നുണ്ടാവും, ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും. ഓക്കെ, ഓക്കെ ആണോ? യെസ്. അപ്പൊ ഡൗട്ടുകളും കാര്യം വേറെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ചോദിക്കാനുള്ളവരും നിന്നോ കേട്ടോ. ഓക്കെ, യെസ്. സാർ ഒരു ടീച്ചർ ഒരു കമന്റ് ഇട്ടായിരുന്നു, ഒന്ന് നോക്കൂ.